ലോകം ഉറ്റുനോക്കുന്ന അമേരിക്ക ഇറാൻ പോരാട്ടം പുതിയൊരു തലത്തിലേക്ക് നീങ്ങുകയാണ്. അറബിക്കടലിലെ ഡ്രോൺ വേട്ട മുതൽ ട്രംപിന്റെ സൈനിക നീക്കങ്ങൾ വരെ എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത്? സമാധാന ശ്രമങ്ങളുമായി രംഗത്തുള്ള രാജ്യങ്ങൾ ആരൊക്കെയാണ്? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പുതിയ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ചാണ്. വാർത്തകളിലെ പ്രധാന വില്ലൻ ഇറാൻ ഷഹീദ് 129 ഡ്രോണുകളാണ്. കഴിഞ്ഞ ദിവസം അറബിക്കടലിൽ അമേരിക്കയുടെ കരുത്തനായ USS എബ്രഹാം ലിങ്കൺ യുദ്ധക്കപ്പലിന് മുകളിൽ ഈ ഇറാനിയൻ ഡ്രോൺ നിരീക്ഷണം നടത്തിയത് വലിയ പ്രകോപനത്തിന് കാരണമായി. അമേരിക്ക പറയുന്നത് തങ്ങളുടെ കപ്പലിന് ഭീഷണിയായ ഡ്രോണിനെ വെടിവെച്ചിട്ടു എന്നാണ്. എന്നാൽ ഇറാന്റെ വാദം മറ്റൊന്നാണ്. അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിച്ച് നടത്തിയ സാധാരണ നിരീക്ഷണം മാത്രമായിരുന്നു ഇതെന്നും വിവരം കൈമാറിയതിനു ശേഷമാണ് ഡ്രോണുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതെന്നുമാണ് ഇറാൻ പറയുന്നത്. വെറുമൊരു നിരീക്ഷണമോ അതോ വലിയൊരു ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പോ? ഇതാണ് ഇപ്പോൾ ലോകം ചർച്ച ചെയ്യുന്നത്. ജനുവരി പകുതിയോടെ ഇറാനെതിരെ നേരിട്ടുള്ള സൈനിക നീക്കത്തിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പച്ചക്കൊടി കാട്ടിയതായിരുന്നു. ഒരു വലിയ യുദ്ധത്തിന്റെ വക്കിലായിരുന്നു ലോകം. എന്നാൽ ഇവിടെ നിർണായകമായത് ഗൾഫ് രാജ്യങ്ങളുടെ ഇടപെടലാണ്. സൗദി അറേബ്യ, ഖത്തർ, ഒമാൻ എന്നീ രാജ്യങ്ങൾ ട്രംപിന് കൃത്യമായ മുന്നറിയിപ്പ് നൽകി. ഒരു സൈനിക നീക്കം ഉണ്ടായാൽ അത് ഇറാനിൽ മാത്രം ഒതുങ്ങില്ലെന്നും ഗൾഫ് മേഖലയെ ആകെ തകർക്കുന്ന ഒരു വലിയ ദുരന്തമായി മാറുമെന്നും അവർ അമേരിക്കയെ ബോധ്യപ്പെടുത്തി. ഈ സമ്മർദ്ദത്തെ തുടർന്നാണ് വാഷിംഗ്ടൺ തൽക്കാലം ആ നീക്കത്തിൽ നിന്ന് പിന്മാറിയത്. യുദ്ധത്തിന് പകരം ചർച്ചയാവാം എന്ന നിലപാടിലാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ. ഇതിനായി മുന്നിൽ നിൽക്കുന്നത് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് ഉർദുഗാൻ ആണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള മഞ്ഞുരുക്കാൻ തുർക്കി തയ്യാറാണെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. സൗദി അറേബ്യയുമായും മറ്റ് ഗൾഫ് രാജ്യങ്ങളുമായി ഉർദുഗാൻ നിരന്തരം ചർച്ചകൾ നടത്തുന്നുണ്ട്. ഒരുപക്ഷെ ഒമാനിലോ തുർക്കിയിലോ വെച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായ ചർച്ചകൾക്ക് വരും ദിവസങ്ങളിൽ നാം സാക്ഷ്യം വഹിച്ചേക്കാം. പുറത്തെ യുദ്ധഭീതി നിലനിൽക്കുമ്പോൾ തന്നെ ഇറാന്റെ ഉള്ളിലും കാര്യങ്ങൾ അത്ര പന്തിയല്ല. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. ജനുവരിയിൽ നടന്ന പ്രതിഷേധങ്ങൾ അക്രമാസക്തമാവുകയും ഏകദേശം 3117 പേർക്ക് പരിക്കേൽക്കുകയോ കൊല്ലപ്പെടുകയോ ചെയ്തു എന്നാണ് കണക്കുകൾ. ഈ കലാപത്തിന് പിന്നിൽ വിദേശ ശക്തികളെയാണ് ഇറാന്റെ ആരോപണം. ഇതിനോടകം തന്നെ IRGC 135 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഉപരോധങ്ങൾ മൂലം ജനജീവിതം ദുസ്സഹമായതാണ് ഇറാനെ വല്ലാതെ തളർത്തുന്നത്. ഇത്രയേറെ പ്രതിസന്ധികൾക്കിടയിലും ഇറാൻ ആശ്വാസമാകുന്നത് ചൈനയാണ്. അമേരിക്കൻ ഉപരോധം മൂലം വെനിസ്വലയിൽ നിന്നുള്ള എണ്ണ നിലച്ചതോടെ ചൈന ഇപ്പോൾ ഇറാനെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. റഷ്യൻ എണ്ണയേക്കാൾ കുറഞ്ഞ വിലക്ക് ഇറാൻ എണ്ണ നൽകുന്നത് ചൈനീസ് കമ്പനികൾക്ക് വലിയ ലാഭമുണ്ടാക്കുന്നു. അമേരിക്കയുടെ കണ്ണിലെ കരടായ ഇറാനെ ചൈന സാമ്പത്തികമായി സഹായിക്കുന്നത് പരോക്ഷമായി അമേരിക്കക്കുള്ള തിരിച്ചടി കൂടിയാണ്. മിഡിൽ ഈസ്റ്റിലെ ഈ ചതുരംഗക്കളി എങ്ങോട്ടാണ് നീങ്ങുന്നത്? സമാധാനം പുലരുമോ അതോ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു പ്രധാന വിഷയവുമായി പിന്നീട് കാണാം. താങ്ക് യു.